പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫോക്കസ്. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും നമ്മളുടെ മനസ്സും ശരീരവും ആ ഒരു ദിശയിലേക്ക് ആണെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. സോ 100% ഫോക്കസോട് കൂടി മുന്നോട്ട് പോകൂ. നമുക്ക് ഓരോ കോമ്പറ്റേറ്റീവ് എക്സാമും സുഖമായിട്ട് പാസ്സാവാൻ സാധിക്കും. ഇന്ന് ജൂൺ 13 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. കേരള മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് കാന്തപുരം AP അബൂബക്കർ മുസല്യാരുടെ ആത്മകഥയുടെ പേരെന്ത്? വിശ്വാസപൂർവം. ഇസ്ലാമിക് പണ്ഡിതനും കേരള മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റുമായിട്ടുള്ള കാന്തപുരം AP അബൂബക്കർ മുസല്യാർ, അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് വിശ്വാസപൂർവം. ഈ ഒരു ആത്മകഥ റിലീസ് ചെയ്തിട്ടുള്ളത് ജൂൺ 12, അതായത് ഇന്നലെയായിരുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണ് ഇന്നലെ കാന്തപുരം AP അബൂബക്കറിന്റെ അദ്ദേഹത്തിന്റെ ആത്മകഥ വിശ്വാസപൂർവ്വം അത് റിലീസ് ചെയ്തിട്ടുള്ളത്. റിലീസ് ചെയ്തതിനു ശേഷം ആദ്യമായിട്ട് ആ പുസ്തകം ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ളത് ഇപ്പോഴത്തെ MP ആയിട്ടുള്ള ശശി തരൂരിനാണ്. കേരളത്തിലെ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റായിട്ടുള്ള കാന്തപുരം AP അബൂബക്കർ, അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് വിശ്വാസപൂർവ്വം. അദ്ദേഹത്തെ ഒഫീഷ്യലി അറിയപ്പെടുന്നത് ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ് എന്ന പേരിലാണ്. അദ്ദേഹം 10ാമത്തെ നിലവിലെ ഗ്രാൻഡ് മുഫ്തിയാണ്. 3ാം തവണയും സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം G7 മീറ്റിംഗിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ആദ്യ സന്ദർശനം നടത്തിയത് ഏത് രാജ്യത്തേക്കാണ്? ഇറ്റലി. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇന്ന് ജൂൺ 13 ഇറ്റലിയിലേക്ക് തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞയായിരുന്നു ഈ കഴിഞ്ഞ ജൂൺ 9. അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു വിദേശ യാത്രയാണ് ഇറ്റലിയിലേക്ക്. G7 മീറ്റിംഗ് ആണ് ഇപ്പോൾ ഇറ്റലിയിൽ നടക്കാൻ പോകുന്നത്. ഇറ്റലിയിലെ അപ്പൂലിയ റീജിയനിലാണ് G7 മീറ്റിംഗ് നടക്കാൻ പോകുന്നത്. G7 എന്ന് പറയുമ്പോൾ അതിൽ 7 രാജ്യങ്ങളാണ് ഉള്ളത്. കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, US. ഇതിൽ റഷ്യയില്ല, ചൈനയില്ല. മറ്റു വളരെ പ്രധാനപ്പെട്ട 7 രാഷ്ട്രങ്ങൾ അടങ്ങുന്ന ഒന്നാണ് G7. കൂടാതെ 12 രാജ്യങ്ങളെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ചിട്ടുമുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ഒരു മീറ്റിംഗിൽ ഉക്രൈന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള വൊളോഡിമർ സെലൻസ്കി പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. 11ാമത്തെ പ്രാവശ്യമാണ് ഇന്ത്യ G7 മീറ്റിംഗിൽ ക്ഷണപ്രകാരം എത്തിയിട്ടുള്ളത്. കൂടാതെ നരേന്ദ്രമോദിയാണെങ്കിൽ 5ാമത്തെ പ്രാവശ്യമാണ് G7 മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോകുന്നത്. ഇപ്പൊ G7 എന്ന് പറയുമ്പോൾ 7 രാജ്യങ്ങൾ. ഇതിന്റെ മീറ്റിംഗ് നടക്കാൻ പോകുന്നത് ഇറ്റലിയിലാണ്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ 3ാമത്തെ തവണ പ്രൈം മിനിസ്റ്റർ ആയതിനു ശേഷമുള്ള ആദ്യത്തെ വിദേശ യാത്രയാണ് ഇറ്റലിയിൽ G7 കോൺഫറൻസ് പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള ഈ ഒരു യാത്ര. നൈട്രസ് ഓക്സൈഡ് ഉദ്വമനത്തിൽ ഇന്ത്യയുടെ റാങ്ക് എന്താണ്? 2. നൈട്രസ് ഓക്സൈഡ് എമിഷൻ, ഇതിൽ ഏറ്റവും കൂടുതൽ നൈട്രസ് ഓക്സൈഡ് എമിഷൻ, അതായത് ലോകത്ത് 2ാമത്തെ രാജ്യമാണ് ഏറ്റവും കൂടുതൽ നൈട്രസ് ഓക്സൈഡ് ഇത് പുറന്തള്ളുന്നത്. അതായത് ഇന്ന് അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിനേക്കാളും കൂടുതൽ ചൂട് നൽകുന്ന ഒന്നാണ് നൈട്രസ് ഓക്സൈഡ്. ഇത് അന്തരീക്ഷത്തെ കൂടുതൽ ചൂടാക്കുന്ന ഒന്നാണ് നൈട്രസ് ഓക്സൈഡ്. 2020 കണക്കനുസരിച്ച് ഇന്ത്യ ഏതാണ്ട് 11% നൈട്രസ് ഓക്സൈഡ് ആണ് പുറന്തള്ളുന്നത്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന രാജ്യമാണ് ചൈന, 16%. 2ാമത്തെ രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ് ഇന്ത്യ. നൈട്രസ് ഓക്സൈഡ് ഏറ്റവും കൂടുതൽ ഇതിന്റെ ഉറവിടം എന്ന് പറയുമ്പോൾ ഫെർട്ടിലൈസർ യൂസേജ് ആണ്. രാസവളങ്ങളുടെ കൂടുതൽ ഉപയോഗമാണ് ഏറ്റവും കൂടുതൽ നൈട്രസ് ഓക്സൈഡ് ഉണ്ടാകുന്നത്. ഈ കാര്യം അറിയിച്ചിട്ടുള്ളത് 2024 ജൂൺ 12 എർത്ത് സിസ്റ്റം സയൻസ് ഡാറ്റയുടെ ഒരു ജേർണലിലാണ്. ഇപ്പൊ നൈട്രസ് ഓക്സൈഡ് എമിഷനിൽ ഇന്ത്യയുടെ റാങ്ക് ഇപ്പോൾ 2ാമത്തെ റാങ്കാണ്. ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന രാജ്യമാണ് ചൈന. 2024 ജൂൺ 12 അന്തരിച്ച മുൻ അന്താരാഷ്ട്ര TK ചാത്തുണ്ണി ഏത് കായിക മേഖലയുടെ പരിശീലകനായിരുന്നു? ഫുട്ബോൾ. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും കോച്ചുമായിട്ടുള്ള TK ചാത്തുണ്ണി ഈ കഴിഞ്ഞ ജൂൺ 12 അന്തരിച്ചു. അദ്ദേഹത്തിന് 79 വയസ്സായിരുന്നു. ഇന്റർനാഷണൽ ഫുട്ബോൾ താരമായിരുന്നു TK ചാത്തുണ്ണി. ഒപ്പം തന്നെ അദ്ദേഹം നിരവധി പേരെയാണ് കോച്ചിങ്ങിലൂടെ ഫുട്ബോൾ രംഗത്തേക്ക് എത്തിച്ചിട്ടുള്ളത്. അതിലെ വളരെ പ്രധാനപ്പെട്ട വ്യക്തികളാണ് IM വിജയൻ, CV പാപ്പച്ചൻ എന്നിവരെല്ലാം. അതായത് ഇത്രയും ഫേമസ് ആയിട്ടുള്ള വ്യക്തികളെ കോച്ചിങ് നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് TK ചാത്തുണ്ണി. അദ്ദേഹം ഈ കഴിഞ്ഞ ജൂൺ 12 അന്തരിച്ചു. 1973 കുലാലംപൂർ നടന്നിട്ടുള്ള മെർദക്ക കപ്പിൽ വളരെയധികം നന്നായിട്ട് ശോഭിച്ച വ്യക്തിയാണ് TK ചാത്തുണ്ണി. അദ്ദേഹം ഒരു സ്ട്രോങ് ഡിഫൻഡർ കൂടിയാണ്. 1979 കേരള സന്തോഷ് ട്രോഫി കോച്ച് ആയിരുന്നു TK ചാത്തുണ്ണി. അൾട്ടിമേറ്റ് ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? പൂജ തോമർ. അൾട്ടിമേറ്റ് ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ഇത്തരത്തിലുള്ള ഒരു സ്പോർട്സ് ഇവന്റിൽ ആദ്യമായിട്ട് വിജയിക്കുന്ന ഒരു വ്യക്തിയാണ് പൂജ തോമർ. ഇതുവരെയായിട്ടും ഇന്ത്യയിൽ ആരും തന്നെ വിജയിക്കാത്ത ഒരു ഇവന്റ് ആണ്
അൾട്ടിമേറ്റ് ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പ്. ടി വിയിലെല്ലാം കാണാറുണ്ട് ഈ തരത്തിലുള്ള ഒരു ഫൈറ്റിംഗ്. ബോക്സിംഗ് എന്ന് പറയാനും സാധിക്കില്ല, എന്നാൽ ഗുസ്തിം എന്ന് പറയാൻ സാധിക്കില്ല. ഇതിനെ പറയുന്ന ഒരു ഗെയിം കൂടിയാണ് അമേരിക്കൻ മിക്സഡ് മാർഷൽ ആർട്സ്. ഈ ഒരു ഇനത്തിലാണ് പൂജ ടോമർ 30 വയസ്സുള്ള യു പിയിലെ ബാഗ്പാട്ട് ഡിസ്ട്രിക്റ്റിലെ ബിജ്റോൾ സ്വദേശിയായിട്ടുള്ള പൂജ ടോമർ വിജയിച്ചിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ താരം ഇത്തരത്തിലുള്ള ഒരു മത്സരത്തിൽ വിജയിക്കുന്നത്. ബ്രസീലിലെ റയാന അമാൻഡ ഡോസ് സാന്റോസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് പൂജ ടോമർ ഈ ഒരു കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. അമേരിക്കയിലെ മിക്സഡ് മാർഷൽ ആർട്സ് എന്ന ലെവലിലാണ് ലാസ് വേഗാസിൽ ഈ ഒരു അൾട്ടിമേറ്റ് ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ഇത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ 5ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണ്? സുഹെൽവ വന്യജീവി സങ്കേതം. സുഹെൽവ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉത്തർപ്രദേശിലെ 5ാമത്തെ ഒരു ടൈഗർ സംരക്ഷണ കേന്ദ്രമായിട്ട് മാറാൻ പോവുകയാണ്. ഉത്തർപ്രദേശിലെ സുഹെൽവ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ ഈയടുത്ത് കടുവകളുടെ സാന്നിധ്യം കണ്ടതിനെ തുടർന്നാണ് ഉത്തർപ്രദേശ് ഗവൺമെന്റ് സുഹെൽവ വൈൽഡ് ലൈഫ് സാങ്ച്വറിയെ 5ാമത്തെ ടൈഗർ റിസർവ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഉത്തർപ്രദേശിലെ 3 ഡിസ്ട്രിക്ട് ആണ് ബൽറാംപൂർ, ശ്രാവസ്തി, ഗോണ്ട. ഈ 3 ഡിസ്ട്രിക്ട് കവർ ചെയ്തുകൊണ്ടുള്ള ഒന്നായിരിക്കുള്ളൂ സുഹെൽവ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇവിടെയായിരിക്കുള്ളൂ ഉത്തർപ്രദേശിന്റെ 5ാമത്തെ ഒരു ടൈഗർ റിസർവ് ആയിട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ ഇന്ത്യയിലെ 2024 ഏപ്രിലെ കണക്കനുസരിച്ച് 54 ടൈഗർ റിസർവ് ആണുള്ളത്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രദേശത്തിന്റെ 2.3% ഇപ്പോൾ ടൈഗർ റിസർവ് ആണ്. ഇന്ത്യയിൽ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയാണ് ഈ പറഞ്ഞ ടൈഗർ റിസർവുകളുടെ മേൽനോട്ടം വഹിക്കുന്ന അതോറിറ്റി. ഇന്നലെ ജൂൺ 12 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, ആർക്കാണ് 2ാം തവണ റെയിൽവേ മന്ത്രാലയം അനുവദിച്ചത്? ഇതിന്റെ ഉത്തരം അശ്വനി വൈഷ്ണവ്. ഇപ്പോഴത്തെ പുതിയ റെയിൽവേ മന്ത്രിയാണ് അശ്വനി വൈഷ്ണവ്. ഇദ്ദേഹം തന്നെയായിരുന്നു കഴിഞ്ഞ ക്യാബിനറ്റിലെ റെയിൽവേ മന്ത്രി. അതുപോലെ JP നഡ്ഡയാണെങ്കിൽ യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ ആയിട്ട് ചുമതല ഏറ്റെടുത്തു. 2014 അദ്ദേഹം യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ ആയിരുന്നു. പിന്നീട് ഇപ്പോൾ വീണ്ടും അദ്ദേഹം യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ ആയിട്ട് ടേക്ക് ഓവർ ചെയ്തിരിക്കുകയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ ആണെങ്കിൽ ഇന്ത്യയുടെ യൂണിയൻ മിനിസ്റ്റർ ഫോർ എഡ്യൂക്കേഷൻ ആണ്. ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. കേരള മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് കാന്തപുരം AP അബൂബക്കർ മുസല്യാരുടെ ആത്മകഥയുടെ പേരെന്ത്? വിശ്വാസപൂർവം. 3ാം തവണയും സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം G7 മീറ്റിംഗിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ആദ്യ സന്ദർശനം നടത്തിയത് ഏത് രാജ്യത്തേക്കാണ്? ഇറ്റലി. നൈട്രസ് ഓക്സൈഡ് ഉദ്വമനത്തിൽ ഇന്ത്യയുടെ റാങ്ക് എന്താണ്? 2ാമത്. 2024 ജൂൺ 12 അന്തരിച്ച മുൻ അന്താരാഷ്ട്ര TK ചാത്തുണ്ണി ഏത് കായിക മേഖലയുടെ പരിശീലകനായിരുന്നു? ഫുട്ബോൾ. അൾട്ടിമേറ്റ് ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? പൂജ ടോമർ. ഉത്തർപ്രദേശിലെ 5ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണ്? സുഹെൽവ വന്യജീവി സങ്കേതം. ഇന്ന് ജൂൺ 13 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, എവറി ഇയർ വേൾഡ് ഡേ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ ഈസ് സെലിബ്രേറ്റഡ് ഓൺ വിച്ച് ഡേ? എല്ലാ വർഷവും ലോക ബാലവേല വിരുദ്ധ ദിനം ഏത് ദിവസമാണ് ആഘോഷിക്കുന്നത്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ജെഡിസ് കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നൽകി വരുന്നത്. ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.